L367 ഒരു ഇമോഷണൽ ത്രില്ലർ. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ തന്റെ പുതിയ സിനിമാ പ്രോജക്റ്റ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. താരത്തിന്റെ കരിയറിലെ 367 സിനിമയായിട്ട് ഒരുങ്ങുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മേപ്പടിയാൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ വിഷ്ണു മോഹനാണ്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ വമ്പൻ സിനിമയുടെ വിശേഷങ്ങൾ ക്യൂ സ്റ്റുഡിയോയോട് വിഷ്ണു മോഹൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: യഥാർത്ഥത്തിൽ നടന്ന കുറച്ചധികം സംഭവങ്ങൾ പശ്ചാത്തലമാക്കി ഒരു ഇമോഷണൽ ത്രില്ലറായിട്ടാണ് ഈ സിനിമ ഒരുക്കുന്നത്. എന്നാൽ കൊമേഴ്ഷ്യൽ രീതികളിലാണ് ഇതിനെ സമീപിക്കുന്നത്. അതിനാൽ തന്നെ വിദേശത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നുമുള്ള പ്രഗത്ഭരായ നിരവധി സാങ്കേതിക പ്രവർത്തകർ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. അത്യാവശ്യം വലിയ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങുക. കുറച്ചധികം നാളുകളായി ഈ സിനിമയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് ഞങ്ങൾ. ഇപ്പോഴാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നതേയുള്ളൂ. 2 മാസത്തോളമായി ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമ ആദ്യം ഡിസ്കസ് ചെയ്തത് ലാൽ സാറുമായിട്ടാണ്. 8-10 മാസത്തോളമായി ലാൽ സാറിനോട് ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹം സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഗോകുലത്തിലേക്ക് എത്തിയത്. പോസ്റ്ററിലെ ബ്രില്യൻസ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഞാൻ കണ്ടിരുന്നു. വ്യക്തിപരമായി പലരും ഇതെനിക്ക് അയക്കുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകർ കണ്ടെത്തുന്ന ഈ ബ്രില്യൻസുകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ആ പോസ്റ്ററിലുണ്ട്. ലാൽ സാറിന്റെ അടുത്ത സിനിമയാണിത്. നിലവിൽ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമ പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. ഇതാണ് സംവിധായകൻ പറഞ്ഞ വാക്കുകൾ. യുക്രൈൻ യുദ്ധസമയത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഗംഗ എന്ന ദൗത്യത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ഒരു സൈഡിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് വാഹനങ്ങൾ, മറുവശത്ത് വിജനമായ ഹൈവേയിലൂടെ ചീറിപ്പായുന്നൊരൊറ്റ വെള്ളക്കാർ. ഇതൊരു സാധാരണ യാത്രയല്ല, ഇതൊരു ദൗത്യമാണ്. സിനിമയുടെ ടൈറ്റിലിൽ ഒരു വിമാനത്തിന്റെ രൂപം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം യുക്രൈൻ എന്ന രാജ്യം അടങ്ങുന്ന ഒരു മാപ്പും പോസ്റ്ററിൽ കാണാം. ഇത് സിനിമയ്ക്ക് ഏവിയേഷനുമായോ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള രക്ഷാദൗത്യവുമായോ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ പോർഷനും റഷ്യയിലാണെന്നും വെറും 20% മാത്രമേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ്. മലയാള സിനിമയിൽ തന്റെ ജൈത്രയാത്ര തുടരുന്ന മോഹൻലാൽ നവാഗതരായ സംവിധായകർക്ക് നൽകുന്ന പിന്തുണ കൂടിയാണ് വിഷ്ണു മോഹനൊപ്പമുള്ള ഈ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. മികച്ചൊരു സിനിമയ്ക്കായി കാത്തിരിക്കാം.